എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓറൽ സെക്സിനെ സ്ത്രീ കാണുന്നത് എങ്ങനെയാണ് എന്ന ഒരു വിഷയവുമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ലോകത്തെ മനുഷ്യനുൾപ്പെടെയുള്ള മിക്ക ജീവജാലങ്ങളും പ്രത്യുൽപാദനത്തിന് വേണ്ടി സ്വായത്തമാക്കുന്ന ഒന്നാണ് സെക്സ് എന്നാണല്ലോ നാം പൊതുവെ കേട്ടിരിക്കുന്നത്. എന്നാൽ സെക്സ് എന്നാൽ വെറുതെ പ്രത്യുൽപാദന സംബന്ധമായതു മാത്രമല്ല, ഇതിന് ആരോഗ്യപരമായ ചില ഗുണങ്ങൾ കൂടിയുണ്ട്. ശാരീരികവും മാനസികവുമായി റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന പല ഘടകങ്ങളുമുണ്ട് സെക്സിൽ. സെക്സിൽ തന്നെ പലതരം രീതികളുണ്ട് എന്നതാണ് വാസ്തവം. കാമസൂത്രയിൽ വാത്സ്യാനൻ 64 തരം കാമകലകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട്. സെക്സിൽ തന്നെ ഒരു പ്രത്യേക രീതിയാണ് ഓറൽ സെക്സ്. ഇതിനും മറ്റേത് രൂപത്തിലെ സെക്സിനെ പോലെയും ആരോഗ്യകരവും അനാരോഗ്യകരവുമായ വശങ്ങളുമുണ്ട്. ഓറൽ സെക്സിന്റെ കാര്യത്തിൽ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരുണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓറൽ സെക്സിനെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളെ കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാ വിഭാഗം സ്ത്രീകളും ഓറൽ സെക്സ് ആസ്വദിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ചും സെക്സിനെ തെറ്റും മോശവുമായും എല്ലാം കരുതുന്ന, അതുപോലെ സെക്സിനെ കുറിച്ച് തുറന്ന ചിന്താഗതിയില്ലാത്ത സ്ത്രീകൾക്ക്. ഇവർ പൊതുവെ യാഥാസ്ഥികത, സെക്സ് താല്പര്യങ്ങൾ ഉള്ളവരാകും. പരീക്ഷണങ്ങൾ പൊതുവെ താല്പര്യപ്പെടാത്തവർ. അണുബാധ പോലെയുള്ള ഭയം കാരണം ഓറൽ സെക്സിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സ്ത്രീകളുമുണ്ട്. ചിലർക്കെങ്കിലുമൊക്കെ മുറിവേൽക്കുമോ, അത്തരം സെക്സ് രീതി ഭാവിയിൽ ദോഷം വരുത്തുമോ, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇത്തരക്കാർക്ക് കാരണമാണ്. അതുപോലെ ചില സ്ത്രീകൾക്ക് വൃത്തി പ്രശ്നങ്ങൾ തന്നെയാണ് ഓറൽ സെക്സിനോട് താല്പര്യക്കുറവ് തോന്നാനുള്ള മറ്റൊരു കാരണം. തങ്ങളുടെയും പങ്കാളിയുടെയും വൃത്തിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവരെങ്കിൽ പ്രത്യേകിച്ചും. എന്നാൽ ഓറൽ സെക്സ് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. ഈ സെക്സിലൂടെ ഓർഗാസം ലഭിക്കുമെന്നതാണ് പല സ്ത്രീകളെയും ഓറൽ സെക്സിൽ തൽപരരാക്കുന്നത്. സാധാരണ രീതിയിലെ സെക്സിലൂടെ 30% സ്ത്രീകൾക്ക് മാത്രമാണ് ഓർഗാസം ലഭിക്കുന്നത്. എന്നാൽ 70% സ്ത്രീകൾക്കും ഓറൽ സെക്സിലൂടെയാണ് ഓർഗാസം ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ക്ലൈമാക്സിൽ എത്താനുള്ള ഒരു വഴി കൂടിയാണിത്. സ്ത്രീകൾക്ക് ഗർഭധാരണം തടയാനുള്ള നല്ലൊരു വഴിയാണിത്. അതായത് ഗർഭധാരണ ഭയമില്ലാതെ തന്നെ സെക്സ് സുഖം നേടാനുള്ള മറ്റൊരു പോംവഴി. ഇതാണ് ഓറൽ സെക്സിൽ ചില സ്ത്രീകൾക്ക് താല്പര്യം തോന്നാനുള്ള ഒരു കാര്യം. ഗർഭധാരണ ഭയമില്ലാതെ സെക്സ് ആസ്വദിക്കാമെന്നതാണ് ഈ രീതിയിലെ സെക്സിൽ സ്ത്രീകൾക്ക് താല്പര്യം തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില സ്ത്രീകൾക്ക് സെക്സ് വേദനിപ്പിക്കുന്ന അനുഭവമാകാറുമുണ്ട്. വജൈനൽ ഡ്രൈനസ് പോലെയുള്ള പ്രശ്നമോ വജൈനിസ്മസ് പോലെയുള്ള പ്രശ്നങ്ങളോ ആകാം. കാരണം സെക്സ് വേദനിപ്പിക്കുമ്പോൾ പിന്നീട് ഇതിനോട് താല്പര്യക്കുറവും പേടിയും തോന്നുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ഓറൽ സെക്സിൽ ഇതുപോലെ മുറിവേൽക്കാനും വേദനിക്കാനുമുള്ള സാധ്യതകൾ ഏറെ കുറവാണ്. സ്ത്രീകൾ ഓറൽ സെക്സ് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ്. മാനസികമായ ഒരു കാരണം കൂടിയുണ്ട്. ചില സ്ത്രീകൾ ഓറൽ സെക്സ് ഇഷ്ടപ്പെടുന്നതിന് പുറകിൽ സ്ത്രീകൾക്ക് ഓർഗാസം എന്നത് പുരുഷന്മാർക്ക് ആത്മവിശ്വാസം എന്നതാണെന്നും പറയാം. തൻ്റെ പങ്കാളിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് താല്പര്യമുള്ള സ്ത്രീകളും ഈ കാരണം കൊണ്ട് ഓറൽ സെക്സിനോട് താല്പര്യം കാട്ടിയേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.